faces in the vapor, counting corners till we get to any place but where I'm at. Every exit's getting louder. ജർമ്മനിയിലത്തെ ജീവിതമൊക്കെ അടിപൊളിയാണ്. ബട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി കോസ്റ്റ് ഓഫ് ലിവിങ്. സോ നമുക്കിനി ടാക്സുകളെ പറ്റി ഒന്ന് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സാലറി, അതായത് ബ്രൂട്ടോ എമൗണ്ടിൽ നിന്ന് കയ്യിൽ കിട്ടുന്ന എമൗണ്ടിനാണ് നെറ്റോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബ്രൂട്ടോ മൈനസ് ടാക്സസ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന നെറ്റോ. ഈ ടാക്സസ് കുറേ ടൈപ്സ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അത് ജർമ്മനിയിലുള്ളപ്പോൾ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ട ടാക്സസ് ആണ്. ഇതിൽ ഒന്നാമത്തെയാണ് പെൻഷൻ ഇൻഷുറൻസ്. ഇത് ഏകദേശം 18% വരെ വരും. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ഇത് പ്രൈവറ്റ് ആവാം, പബ്ലിക് ആവാം. ഇപ്പോൾ ഞങ്ങൾ പബ്ലിക് ആയിട്ടാണ് കൊടുക്കുന്നത്, അതായത് TK ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഞങ്ങളുടെ. ഇപ്പോൾ പബ്ലിക് ആണെങ്കിൽ കുറച്ച് എമൗണ്ട് കൂടുതലാണ്, പക്ഷേ കൂടുതൽ കവറേജ് ഉണ്ടാവും അതിൽ. ഞങ്ങൾ ഏകദേശം 14 തൊട്ട് 15% വരെ കൊടുക്കുന്നുണ്ട്. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ഉണ്ട്. ഇതൊരു 2.6% ഉണ്ട്. പിന്നെ നഴ്സിംഗ് കെയർ ഇൻഷുറൻസ് ഉണ്ട്. ഇത് 3.4 to 4% വരെ പോകും. പിന്നെയുള്ളതാണ് ഇൻകം ടാക്സ്. ഇത് നിങ്ങളുടെ ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അനുസരിച്ചിട്ട് വേരി ചെയ്യും. നിങ്ങളിപ്പോൾ ഹൈലി ഏണിംഗ് ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ എമൗണ്ട് ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സ് കുറയും. എൻ്റെ കേസിൽ ഏകദേശം ഞാൻ 700 തൊട്ട് 1000 യൂറോ വരെ ഇൻകം ടാക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചർച്ച് ടാക്സ് ഉണ്ട്. ഇത് നിങ്ങളിവിടെ റിലീജിയൻ രജിസ്റ്റേർഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചർച്ചിന് കൊടുക്കേണ്ട ഒരു ടാക്സാണ്. അത് ഒരു 10% വരെ പോവാറുണ്ട്. അപ്പം ഞങ്ങൾ ചർച്ചായിട്ടൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അതിന് വേണ്ടി ടാക്സ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ടോട്ടലായിട്ട് ഏകദേശം എൻ്റെ സാലറിയിൽ നിന്ന് 30% വരെ ഈ ടാക്സ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടുന്ന നെറ്റ് എമൗണ്ട് വരുന്നത്. ഇത് ഏകദേശം ഒരു 1400 തൊട്ട് 1500 യൂറോ വരെ പോകുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന ടാക്സസ്. ഇനി നമുക്ക് റെൻറ്റിനെ കുറിച്ച് സംസാരിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നൊരു കാര്യം റെൻ്റാണ്. ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. ലെറ്റ്സ് ഗോ ഇൻ. സോ റെൻറ്റ് ഇൻ ജർമ്മനി ഡിപ്പെൻഡ്സ് ഓൺ സെവറൽ ഫാക്ടേഴ്സ്. ഇവിടെ ലൊക്കേഷൻ ഓഫ് ദ അപ്പാർട്ട്മെൻറ്റ് എവിടെയാണ്, അവിടുത്തെ ഫെസിലിറ്റീസ് എന്താണ്, പിന്നെ എത്ര റൂംസ് ഉണ്ട്, എത്ര സ്ക്വയർ മീറ്റേഴ്സാണുള്ളത്, പിന്നെ എത്ര ഫെസിലിറ്റീസ് ഓഫ് കോഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിന് ഒരു ചെറിയൊരു എക്സാമ്പിളായിട്ട് കാണിക്കുവാണ്. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം, ദ ഫസ്റ്റ് ബെഡ്റൂം. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. പിന്നെ നമുക്കത് കഴിഞ്ഞ് ഇവിടെയാണ്, ഇതൊരു വർക്ക് റൂം അല്ലെങ്കിൽ കിഡ്സ് റൂം എന്ന് പറയും ജർമ്മനിയിൽ. ചെറിയൊരു വർക്ക് സ്പേസ് എൻവയോൺമെൻ്റ് ആണ്. ഞാൻ ഹോം ഓഫീസൊക്കെ ഉള്ളപ്പോൾ ഇവിടെയാണ് വർക്ക് ചെയ്യാറുള്ളത്. പിന്നെ ഇതാണ് ലിവിങ് റൂം. ഞങ്ങൾക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് റൂം ഉണ്ട്. ഇവിടെ TV ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വിൻഡോസും ലൈറ്റിങ്ങും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെയാണ് നവ്യ പഠിക്കാറുള്ളത്. നവ്യയുടെ സ്റ്റഡി ടേബിളാണത്. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ബാൽക്കണി പോലെ ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് അപ്പാർട്ട്മെൻറ്റ്, ബട്ട് സ്റ്റിൽ ഒരു ബാൽക്കണി ഔട്ട്ലുക്ക് ഇവിടെ കാണുന്നുണ്ട്. നല്ലൊരു വ്യൂ ആണുള്ളത് കേട്ടോ. നല്ല രസമാണ് ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് കിച്ചണിലോട്ട് പോവാം. സോ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഇത് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ തന്നെ അത്യാവശ്യം ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഇൻഡക്ഷൻ കുക്കറും പിന്നെ റെഫ്രിജറേഷൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. ആകെ എക്സ്ട്രാ വാങ്ങേണ്ടി വന്നത് ഈ ഓവനും പിന്നെ എയർ ഫ്രയർ, അങ്ങനത്തെ എക്സ്ട്രാ കുറച്ച് അമ്യൂണിറ്റീസ് ഞങ്ങൾ വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് നവ്യ എസിയ. പിന്നെ ഞങ്ങൾക്കൊരു ചെറിയ സ്റ്റോർ റൂമുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീനും പിന്നെ അത്യാവശ്യം പഴയ ഐറ്റംസൊക്കെ ഡംപ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഇത് കൂടാണ്ട് ദിസ് ഈസ് അവർ ബാത്റൂം. ഒരു ചെറിയ ബാത്റൂമാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് വർക്ക്സ്. പിന്നെ ഞങ്ങൾക്ക് അടിയിലൊരു ബേസ്മെൻറ്റ് സ്റ്റോർ ഉണ്ട്. അവിടെ നമ്മൾ പഴയ ഐറ്റംസ്, വേണ്ടാത്ത ഐറ്റംസ് എല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അവിടെ. ഓക്കെ, സോ ഹോപ്പ് യു എൻജോയ് ദാറ്റ് ഹോം ടൂർ. ഞാനിത് കാണിക്കാൻ കാരണം നമ്മുടെ സാലറിയിലെ ഒരു ബിഗ് പോർഷൻ തന്നെ റെൻറ്റിനായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഏകദേശം 70 മീറ്റർ സ്ക്വയർഡ് ഉണ്ട്, വിച്ച് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി എ ബിഗ് റൂം അല്ലെങ്കിൽ ബിഗ് സ്പേസ് ആണെന്ന് പറയാം നമുക്ക്. ബിഗ് ലിവിങ് സ്പേസ് ഉണ്ട് അതിൽ. അപ്പോൾ ഇത് നവ്യ വരുന്നത് പ്രമാണിച്ച് ഞാൻ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറിയതാണ്. ഇപ്പോൾ ഒരു 7 months ആയിട്ടുണ്ട് ഏകദേശം. ഇപ്പോൾ എനിക്ക് വരുന്ന കോൾഡ് റെൻ്റ് എന്ന് പറയുന്നത് 820 യൂറോസ് ആണ്. സോ ഇത് ഇൻക്ലൂഡിങ് നീബൻ കോസ്റ്റൻ, അതായത് അഡീഷണൽ കോസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ഈ കോൾഡ് റെൻറ്റ് 820 യൂറോസ് കൂടാണ്ട് ഹൈസുങ്ങിന് നമ്മൾ പേ ചെയ്യണോട്, അതായത് ഹീറ്റിംഗ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഇവിടെ ചില അപ്പാർട്ട്മെൻറ്റ്സിൽ ഇത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും. നമ്മൾ 2 ഡിഫറെൻറ്റ് കോൺട്രാക്റ്റ് എടുക്കേണ്ടി വരും ഹൈസുങ്ങിനും ഇലക്ട്രിസിറ്റിക്കും ആയിട്ട്. ഇപ്പോൾ ഞങ്ങളുടെ കേസിൽ ഇവിടെ യൂസ് ചെയ്യുന്ന ഹൈസുങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹീറ്റർ എന്ന് പറയുന്നത് നാക്സ് പൈസുങ് ഹൈസുങ് എന്നാണ് പറയുന്നത്. അതായത് നൈറ്റ് സ്റ്റോറേജ് ഹീറ്റേഴ്സ്. ഇത് ഇലക്ട്രിസിറ്റി ബേസ്ഡ് ആണ്. കുറച്ച് ഓൾഡ് ടെക്നോളജിയാണ്, ഇപ്പോഴത്തെ ഗ്യാസ് ടെക്നോളജി പോലെയുള്ളതല്ല.
അപ്പോൾ ഇതിനു വേണ്ടി ഏകദേശം €350 പെർ മന്ത് നമ്മൾ പേ ചെയ്യുന്നുണ്ട്. ഇത് ഹൈലി ഡിപ്പെൻഡൻ്റ് ഓൺ യുവർ യൂസേജ് ആണ്. പേഴ്സണൽ യൂസ് പോലെ നമ്മൾ ഉപയോഗിക്കുന്ന കൺസപ്ഷൻ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക അറ്റ് ദി എൻഡ് ഓഫ് ദ ഇയർ. അത് നമുക്ക് സേവിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ കറൻ്റ്ലി ഞങ്ങൾ €350 ഇതിനു വേണ്ടി പേ ചെയ്യുന്നുണ്ട്. ഇത് കൂടാണ്ട് വൈഫൈക്കായിട്ട് ഒരു €20. അപ്പോൾ ഇത് ഒരുപാട് ഡിസ്കൗണ്ടുകളൊക്കെ കഴിഞ്ഞിട്ടാണ്. നമ്മൾ ഒരു പുതിയ കോൺട്രാക്റ്റ് എടുക്കുമ്പോൾ ഏകദേശം €50 ഉള്ള ഒരു കോൺട്രാക്റ്റ് പോലും നമുക്ക് 20 അല്ലെങ്കിൽ അതിൻ്റെ ബിലോ €20 നമുക്ക് കിട്ടാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിവിടെ വോഡഫോണിൻ്റെ കോൺട്രാക്റ്റാണ് എടുത്താക്കുന്നത്. അപ്പോൾ ഫോർ ദ ഫസ്റ്റ് ഇയർ എനിക്കിപ്പോൾ €20 പെർ മന്ത് പേ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് അത് ഏകദേശം €50 മാറും. പിന്നെ ഉള്ളത് റേഡിയോ ടാക്സ് ആണ്. എല്ലാ അപ്പാർട്ട്മെൻറ്റ്സും ജർമ്മനിയിൽ നമ്മൾ രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ചെറിയ എമൗണ്ട് റേഡിയോ ടാക്സിന് പെർ മന്തായിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഓരോ 6 മന്ത്സിലുമാണ് പേ ചെയ്യാറുള്ളത്, വിച്ച് ഈസ് അറൗണ്ട് €110. അതായത് മന്ത്ലി ഏകദേശം €18-19 പേ ചെയ്യുന്നുണ്ട് ഇതിന്. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് വരുന്ന ടോട്ടൽ റെൻറ്റ്, അതായത് ഈ ഹൗസിങ്ങിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് €1210 ഏകദേശം വരുന്നുണ്ട്. സോ ദിസ് ഈസ് ദ ബ്രേക്ക് ഡൗൺ. ഞങ്ങളിപ്പോൾ കറൻ്റ്ലി ലീവ് ചെയ്യുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഈ ഒരു എമൗണ്ടാണ് പെർ മന്തായിട്ട് ഇപ്പോൾ 2 പേർക്ക് നിൽക്കുന്ന ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ പോകുന്നത്. സോ നമുക്കിനി ഗ്രോസറി ഷോപ്പിങ്ങിനെ പറ്റി പറയാം. ഞങ്ങൾ ഏകദേശം €70-75 പെർ വീക്ക് ഗ്രോസറിക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട്. അതായത് ഏകദേശം €300-400 വരെ പോകും പെർ മന്ത്. ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാറുണ്ട്. ഒരു ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചിക്കനും ബീഫും വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങാറുണ്ട്. ഞങ്ങൾ യൂഷ്വലി ആഴ്ചയിൽ പോയിട്ട് വാങ്ങും. എന്നാലും ചില സാധനങ്ങളൊക്കെ മന്ത്ലി സ്റ്റോക്കപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ മൊത്തം വാങ്ങി വെക്കും. പിന്നെ ഇടയ്ക്ക് ക്രേവിങ്സ് വരാറുണ്ട്. അപ്പോൾ ഈ ക്രേവിങ്സ് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ ഐസ്ക്രീമോ അല്ലെങ്കിൽ ചില സമയത്ത് പായസം ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അപ്പോൾ ഈ കേസുകളിലൊക്കെ എക്സ്ട്രാ എമൗണ്ട് ഇത്തിരി സ്പെൻഡ് ചെയ്യാറുണ്ട്. ബട്ട് എന്തൊക്കെയാണെങ്കിലും മന്ത്ലി നമ്മൾ നോക്കുമ്പോൾ ഒരു €400 എല്ലാം നിൽക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് മിസലേനിയസ് കോസ്റ്റ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇതേപോലെ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് കോഫി കുടിക്കാൻ പോകും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക. അതും അല്ലെങ്കിൽ ഞങ്ങൾ മിക്കവാറും ഫുഡ് ഓർഡർ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു മന്ത് ഒരു €150 അത് കട്ടായി പോകാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ബാങ്ക് സ്പാർക്കാസിയാണ്. അപ്പോൾ രണ്ടാൾക്കും കൂടി ഒരു €18 ഞങ്ങൾക്ക് കട്ടാവുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ സിം കാർഡ് ആൾഡിടോക്കാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. അപ്പോൾ 2 പേർക്കും സർവീസ് ചാർജായിട്ട് €18 പോകുന്നുണ്ട്. പിന്നെ ഞങ്ങളങ്ങനെ ഒരുപാട് അങ്ങനെ ഷോപ്പിംഗ് ഒന്നും അങ്ങനെ പോകുന്ന ആൾക്കാരല്ല. എങ്കിലും ഒരു മന്ത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടൊരു €100 മാറ്റി വെക്കാറുണ്ട്. ടോട്ടൽ ഒരു ഏകദേശം ഞങ്ങൾക്കൊരു 400 ഞങ്ങൾക്ക് ഇതൊക്കെ കൂടി പോകുന്നുണ്ട്. അടുത്ത ഞങ്ങൾക്ക് വരുന്നൊരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ട്രാവലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാ മന്ത്സൊന്നും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരല്ല. ഇപ്പം വല്ല ലോങ് ഹോളിഡേയ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ബ്രിഡ്ജ് ഹോളിഡേയ്സ് അതൊക്കെ വരുമ്പോൾ ഞങ്ങൾ മിക്കവാറും ട്രാവലിന് വേണ്ടി യൂസ് ആക്കാറുണ്ട്. അപ്പോൾ ട്രാവലിനായിട്ട് വേണ്ടിയിട്ട് ഞങ്ങളൊരു €150 ഒക്കെ എവറി മന്ത് ഇങ്ങനെ മാറ്റി വെക്കും. എന്നിട്ടാണ് ഞങ്ങൾ പോകാറുള്ളത്. പിന്നെ ഇവിടെ എല്ലാവരും പൊതുവേ യൂസ് ആക്കുന്ന ഒരു സാധനമാണ് ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ്. ഞങ്ങളത് അങ്ങനെ യൂസ് ആക്കാറില്ല. അഥവാ അത്യാവശ്യമാണെങ്കിൽ ഞങ്ങളത് സബ്സ്ക്രിപ്ഷനായിട്ട് എടുക്കും. പൊതുവേ പാഡർബോൺ ഉള്ളപ്പോൾ ഞങ്ങൾ യൂഷ്വലി ബൈസിക്കിളി ഔട്ടിയോ അല്ലെങ്കിൽ നടന്നിട്ടാണ് പോകാറുള്ളത്. പിന്നെ പറഞ്ഞ പോലെ ബ്രിഡ്ജ് ഡേയ്സോ അല്ലെങ്കിൽ വീക്കെൻഡ്സൊക്കെ ഓഫോ അല്ലെങ്കിൽ ലോങ് ഹോളിഡേയ്സൊക്കെ വരുമ്പോൾ ഞങ്ങൾ യൂഷ്വലി ഔട്ട്സൈഡ് ജർമ്മനി പോവും. അപ്പോൾ അതിന് ICO അല്ലെങ്കിൽ അങ്ങനത്തെ ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻ പിടിച്ചിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ എക്സ്പെൻസസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾക്ക് ടോട്ടലായിട്ട് ഏകദേശം €2000 വരെയാണ് മന്ത്ലി എക്സ്പെൻസ് വരുന്നത്. ഇത് ഒരുപാട് വേരിയബിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചില മാസത്തിൽ ഫുഡൊന്നും ഓർഡർ ചെയ്യുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഫുൾ കുക്കിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മാസങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റാറുണ്ട്. ഏകദേശം €1700 വരെ എത്തിക്കാൻ പറ്റാറുണ്ട് അത്. ബട്ട് ഇതിൽ ഒരുപാട് വേരിയബിൾ ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺസ് ആണ്. നമ്മൾ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്, നമ്മൾ എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നു, ഇതിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊരു റഫ് ബ്രേക്ക് ഡൗൺ ആയിരുന്നു. ഞാനിവിടെ കുറച്ച് വർഷങ്ങളായിട്ട് ജർമ്മനിയിലുണ്ട് ഇപ്പോൾ. ആൻഡ് ഐ വാസ് ഓൾവേസ് ഇൻ പാഡർബോൺ. എൻ്റെ ഇവിടുത്തെ ഒരു അനുഭവം വെച്ചിട്ട് റെൻറ്റിൻ്റെ ഒരു ട്രെൻഡ് ഇൻക്രീസ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. ബട്ട് നവ്യോടെ എത്തിയപ്പോൾ തൊട്ട് ഈവൻ ദോ റെൻ്റെല്ലാം കൂടിയെങ്കിലും ഐ ഫീൽ എ ലിറ്റിൽ ബിറ്റ് ഹാപ്പിയർ നൗ. സോ കമ്പാരിറ്റീവ്ലി റെൻ്റൊക്കെ കൂടുതലാണെങ്കിലും ഇവിടെ ലൈഫ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആണ്. അതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന സമയത്ത് ഇറ്റ് വാസ് റിയലി ഹാർഡ് ഫോർ മീ. റെൻറ്റും ഹൈ ആണ്, പിന്നെ വർക്ക് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. സ്റ്റുഡൻ്റായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇതൊക്കെ മാനേജ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു.
ഇപ്പോൾ നവ്യ ഒരു 2 months ആയിട്ടേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ എത്തിയിട്ട്. 3 months. 1 month അല്ലേ? 2 ആയി? 3 ആയാ? ഓ ഷിറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്.